ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണോ? ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. രാവിലെ എന്താണ് നിങ്ങളുടെ പരിപാടീസൊക്കെ? ലാസ്റ്റ് ടൈം നമ്മൾ ആ ബോർഡർ കൊടുത്തിരുന്ന ക്രിസ്മസ് ഡെക്കോർ മാറ്റിയപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-ാം തീയതി കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ മാറ്റിയത് മാറ്റി, ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് ട്രീയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിർത്തിയേക്കായിരുന്നു കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഇപ്പൊ മാറ്റുമ്പോൾ ഇന്നിപ്പോൾ 3-ാം തീയതി ആയിട്ടുണ്ട്. സമയം കുറച്ച് ലേറ്റ് ആയി പോയല്ലേ. ഇന്നലെ രാത്രി ചേച്ചിയുടെ കൊച്ചിന്റെ വക ട്രീയിലുണ്ടായിരുന്ന ഓർണമെന്റ്സ് എല്ലാം ഊരി നല്ലോണം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യാലോ. അപ്പോൾ ഈ ട്രീയും ഞാൻ അതേപോലെ തന്നെ നല്ല സെറ്റ് ചെയ്ത് മടക്കി ഒതുക്കി റാപ്പ് ചെയ്താണ് വെക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു ട്രീ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു 3-4 കൊല്ലത്തേക്ക് ആ ട്രീ തന്നെയായിരിക്കും. അങ്ങനെ രാവിലെ എന്തായാലും ആ പരിപാടി അങ്ങോട്ട് തീർത്ത് വെച്ചു. ശരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ടൈം എടുത്ത് അൺഇൻസ്റ്റോൾ ചെയ്ത് കൃത്യമായിട്ട് എടുത്ത് വെച്ചാൽ മാത്രമാണ് നെക്സ്റ്റ് ഇയർ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ തക്കാളി എല്ലാ ദിവസവും വന്നപ്പോൾ നോക്കൂട്ടോ. അത് കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു തക്കാളിക്ക് താങ്ങ് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചീമക്കൊന്നയുടെ ഒരു കമ്പ് എടുക്കാൻ വേണ്ടി അപ്പുറത്തെ പറമ്പിൽ പോയതാണ്. നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ അറിയാൻ കുറച്ച് പേർക്ക് താല്പര്യമൊക്കെ ഉണ്ട്. കുറച്ച് പേർക്ക് റിപ്പീറ്റേഷനൊക്കെ ആയിട്ട് തോന്നി എന്നൊക്കെ കമൻസിൽ കണ്ടു. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇപ്പം അതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. കല്യാണ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ പെണ്ണ് കാണലൊക്കെ അടുത്തു. പെണ്ണ് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത പെണ്ണൊന്നുമല്ല. നമ്മൾ റിലേഷൻഷിപ്പിലായിട്ട് 8 ഇയേഴ്സിന് മേലെയായി. എന്നാലും ഫാമിലീസ് തമ്മിലൊരു കണക്ഷൻ വരണമെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങ് വേണമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുക്കാറായിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് വീട് ക്ലീനിങ്ങും കാര്യങ്ങളും ആകെ ബഹളമൊക്കെ ആയിരുന്നു. എന്തായാലും ഞാൻ പെണ്ണ് കാണലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ചെറുക്കൻ നാട്ടിലെത്തിയോന്ന്. ആള് ലീവിന് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് രാവിലെ സമയം നല്ല ബിസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.